എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ദേവേനി പറയാണ്, ഇവള് പോയില്ലെങ്കിൽ വേണ്ട, ഇവിടുന്ന് ഞാൻ പൊക്കോളാം. ഇനിയിപ്പം അച്ഛന് ഞാൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പൊക്കോളാന്ന് ദേവേനി അങ്ങോട്ട് പറയാണ്. മൂർത്തി മുത്തശ്ശൻ നയനയോട് പോവണ്ടെന്ന് പറയുന്നതിന്റെ ദേഷ്യം തീർക്കുമായിരുന്നു ദേവേനി. അങ്ങനെ ദേവേനി ഇറങ്ങി പോവാനായിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേനും ആദർശ് പറഞ്ഞു, അമ്മ അവിടെ നിൽക്കാൻ പറയണം, വേണ്ട ഇനി എന്നെ ആരും തടയണ്ടെന്ന് പറയണം. അമ്മ ഇറങ്ങി പോവാണെങ്കിൽ അമ്മ ഈ സത്യം കൂടെ കേട്ടിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയാണ്. എന്താ നിനക്ക് പറയാനുള്ള, എന്ത് കാര്യമാണെന്ന് ചോദിക്കണം. അതെ, ഇനി മുത്തശ്ശിന് മാസങ്ങൾ മാത്രം ആയുസുള്ളെന്ന് പറയാണ്. ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടിത്തെരിച്ചു. മുത്തശ്ശി ഒരു അന്തം വിട്ടാൻ നോക്കുന്നേ. പെട്ടെന്ന് ആദർശ അച്ഛൻ കണ്ണടിച്ച് കാണിക്കുകയാണ്. ആദർശൊന്നും മിണ്ടല്ല എന്ന അർത്ഥത്തില്. പെട്ടെന്ന് മുത്തശ്ശി ഒന്ന് ചോദിച്ചു, നീ എന്താ ആദർശൻ, നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കണം. പെട്ടെന്ന് ആദർശന്റെ അച്ഛന്റെ മുഖത്ത് നോക്കിയിട്ട് ആദർശ് പറഞ്ഞു, അച്ഛ ഇനി നമ്മൾ ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, എത്രയെന്ന് വെച്ചിട്ടാ, നീ എല്ലാ സത്യങ്ങളും എല്ലാരും അറിയണം. മുത്തശ്ശന്റെ അവസ്ഥ എന്താണെന്നറിയോ, മുത്തശ്ശന് ക്യാൻസറാ, അത് ഫൈനൽ സ്റ്റേജിലാന്ന് പറയുവാണ്. ഇനി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറെ കാലം മാത്രമേ മുത്തശ്ശൻ നമ്മളോടൊപ്പം ഉണ്ടാവുള്ളൂ പറയണം. ഇത് കേട്ടതും മുത്തശ്ശി ഓടിപ്പോയി മുത്തശ്ശനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയാണ്. ആ കൂടെ തന്നെ നയനയും പോയി കെട്ടിപ്പിടിക്കുകയാണ്. ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല മുത്തശ്ശാന്നും പറഞ്ഞുകൊണ്ട്. മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ ഇവിടെ ആരോടും പറയണ്ടെന്ന്. അല്ല ആദർശേ, നിനക്കിത് ഇപ്പൊ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണം. ആദർശ് പറഞ്ഞു, എത്രയും നാളെന്ന് വെച്ചാ ഇത് ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കണേ, അല്ലെങ്കിലും എല്ലാരും മുത്തശ്ശനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവല്ലായിരുന്നോ, ഇനിയിപ്പൊ അതിന്റെ ആവശ്യമില്ല. ദേവേനി വന്നിട്ട് പറഞ്ഞു, അറിഞ്ഞില്ലായിരുന്നു അച്ഛാ, എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഇങ്ങനെ ഒരു രോഗം അച്ഛനുണ്ടായിരുന്ന അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കച്ചാ. ഇനി അച്ഛന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ തീരുമാനം മാറ്റാൻ പോവാന്ന് പറയണം. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്ന ഈ കുടുംബത്തിന്റെ നന്മ മാത്രം ആഗ്രഹിച്ചിരുന്നുള്ളൂ. കാരണം എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നേ. ആരും ഒരിക്കലും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ വീട്ടിൽ നിന്ന് പോകരുത്, ഞാൻ മരിച്ചു കഴിഞ്ഞാലും എല്ലാവരും ഒരുമയോടെ ജീവിക്കണം തന്നെ ആഗ്രഹിച്ചേ. പക്ഷെ ആ ആഗ്രഹത്തിനെ ഇപ്പൊ കോട്ടം തട്ടിയിരിക്കുന്നത്. അങ്ങനത്തെ സംഭവങ്ങളല്ലേ ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പൊ അതേക്കുറിച്ചൊന്നും ആരും ആലോചിക്കണ്ട, എന്റെ രോഗത്തെക്കുറിച്ചും ആരും ടെൻഷൻ അടിക്കണ്ട. എനിക്ക് പെട്ടെന്നൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, എല്ലാവരും സന്തോഷത്തോടെ ഇരുന്നാൽ മതി എന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, എന്നാലും ഒരു വാക്ക് ഞങ്ങളോട് പറയായിരുന്നു, എന്തിനാ ഇങ്ങനെ ഒരു ക്രൂരത ഞങ്ങളോട് കാണിച്ചെന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശിക്ക് അതായിരുന്നു വിഷമം. ഇത്ര ഇതായിട്ട് മുത്തശ്ശൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ലെന്നൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നേ. ഈ സമയത്ത് ജലജ പറഞ്ഞു, അവള് രക്ഷപ്പെട്ട അങ്ങോട്ട്, ഇനി ഇപ്പൊ ഈ പേരും പറഞ്ഞിട്ട് അവൾക്ക് അകത്ത് കയറാലോ എന്ന് പറയുകയാണ്. ഇത് കേട്ടതും ജലജയോട് മുത്തശ്ശൻ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മിണ്ടാതിരിക്കാൻ പറയുകയാണ്. പെട്ടെന്ന് ജലജ പറഞ്ഞു, നോക്കുന്നുണ്ടല്ല കള്ള കൂട്ടങ്ങള്, നാണം ഉണ്ടെങ്കിൽ ഇവിടെ മോളെയും വിളിച്ചോണ്ട് നിൽക്കുക, എത്രയും പെട്ടെന്ന് ഇറങ്ങി പോകാനില്ലേ നോക്കോളെന്ന് ഗോവിന്ദനോട് പറയാണ്. ഇത് കേട്ട മുത്തശ്ശന് ദേഷ്യം വന്നു. നീ എന്താ ജലജ പറഞ്ഞേ, ഇറങ്ങി പോകാനായിട്ട്? അതെ, അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ആരാന്നറിയാവോ, അത് നീയും നിന്റെ മോനുമാ. ഇപ്പം നീ നിന്റെ മരുമോളെ കുറ്റം പറഞ്ഞല്ലോ, അതിനേക്കാളും വലിയ തെറ്റ് ചെയ്തിട്ട് അവനിവിടെ നിൽക്കുന്നേ. എന്നിട്ട് ഞാൻ അവനെ ഇവിടെ നിർത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്, കൂടുതൽ എന്തേലും പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം നിന്നെ ഞാൻ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കുമെന്ന് പറയാണ്. ജലജയ്ക്ക് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റാതെ ഗോവിന്ദൻ വന്നിട്ട് മുത്തശ്ശനെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കൈകൂപ്പുക. മുത്തശ്ശൻ പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഒന്നും ടെൻഷൻ അടിക്കണ്ട, നയനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നയനയ്ക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി, ഇല്ലെങ്കിൽ അവൾ സത്യങ്ങളൊക്കെ ഞങ്ങളോട് തുറന്നു പറഞ്ഞേനം. അവളുടെ ചേച്ചിക്ക് വേണ്ടിയിട്ട് അവൾ ഒരു ത്യാഗം ചെയ്തു, അത്രയും കരുതിയാൽ മതി. അതിന്റെ പേരിൽ ഇനി എല്ലാവരും കൂടെ അവളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ ഉള്ളിടത്തോളം കാലം അവൾ ഇവിടെ ഉണ്ടാവണം, ഒരു കാരണവശാലും അവൾ ഈ വീട് വിട്ട് പോവരുതെന്ന് പറയാം. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, ബാ പോയി റെസ്റ്റ് എടുക്കാം, കുറെ സമയം ആയില്ലേന്ന് പറയാണ്. മുത്തശ്ശിക്കും വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. പിന്നീട് മുത്തശ്ശനെ കയറ്റിക്കൊണ്ട് മുത്തശ്ശി അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് ഗോവിന്ദൻ നേരെ ആദർശിന്റെ അരിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, മോനെ ക്ഷമിക്കൂട്ടോ മോനെ, ഈ ഒരു തവണത്തേക്ക് അവളുടെ അവസ്ഥ അറിയായിരുന്നല്ലോ. ഇത് കേട്ടപ്പത്തിന് ആദർശ് പറഞ്ഞു, ക്ഷമിക്കാനാ, ഒരു കാരണവശാൽ അവളോട് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല, അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അവളെ, എന്നിട്ടോ അവള് വഞ്ചിച്ചു. ഇനി അവള് എന്റെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. ഈ മുത്തശ്ശന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം സഹിക്കുക എന്ന് പറയാണ്. ഈ സമയത്ത് ദേവേന്റെ അടുത്തേക്ക് നയന എന്നിട്ട്, അമ്മേ എന്നോട് ക്ഷമിക്കാൻ പറയണം, നിന്നോട് ക്ഷമിക്കാൻ, അമ്മയെന്ന് വിളിക്കുക പോലും ചെയ്തേക്കല്, അറിയാലോ ഇപ്പൊ നീ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ
ആരാ? അച്ഛന്റെ അസുഖം മാത്രമാണ്. അതിന്റെ പേരിൽ നീ മുതലെടുക്കാൻ വരില്ല. നിന്നെ ഇവിടെ നിർത്തുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി ഞാൻ കാണിച്ചുതരാം എന്താ എനിക്ക് ചെയ്യാൻ പോണേന്ന് എന്നും പറഞ്ഞ് ദേവേനെ അങ്ങോട്ട് ചാടിത്തുള്ളി കയറി പോവാണ്. പുറകെ ആദർശം അങ്ങോട്ട് പോയി. ഗോവിന്ദനും കനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. കാരണം സങ്കടമായിപ്പോയി. പെട്ടെന്ന് ഗോവിന്ദനെ നോക്കിയിട്ട് ജലജ പറഞ്ഞു, നിൽക്കുന്ന കണ്ടില്ലേ, ആ കിളവൻ അസുഖം വന്നുകൊണ്ട് ഈ സമയത്ത് ഇവറ്റകളെല്ലാം രക്ഷപ്പെട്ടു. കാരണം അത്രമാത്രം ക്രൂരമായിട്ടാണ് ജലജ ചിന്തിച്ചുകൊണ്ടിരിക്കണേ. ഇത് ഗോവിന്ദനെ നോക്കിയിട്ട് പറയാം, നാണമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മോളെയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോകുമെന്ന് പറയാണ്. ഇത് കേട്ട നവ്യ പറഞ്ഞു, ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോകാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇതിനെ ഇറങ്ങിപ്പോണേ, എന്നെക്കാളും കൂടുതൽ തെറ്റ് ചെയ്ത അബിയല്ലേ, അവൻ ആദ്യം ഇറങ്ങട്ടെ എന്ന് പറയണം. ഇത് കേട്ട കനകയുടെ നിയന്ത്രണം വിട്ടു. ഇടി മൂദേവി, നീ എന്നാടി പറഞ്ഞേ, നീ തെറ്റ് ചെയ്തതും പോരാ, എന്നിട്ട് പാവം എന്റെ നയനമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവളുടെ ജീവിതം കൂടെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞിട്ട് വന്ന് തലങ്കം ബലങ്കം അടിക്കുവാണ്. നിന്നെ അടിക്കേണ്ട ഇങ്ങനെയല്ല, കുറ്റിച്ചൂല് വെച്ച് അടിക്കണം. ഇങ്ങനത്തെ തരവഴുത്തരൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റിച്ചൂല് വെച്ച് അടിക്കണം എന്നാ പഴമക്കാര് പറയണേ. എന്നിട്ട് അവള് യാതൊരു ഉളുപ്പുമില്ല നിൽക്കുന്നു. പെട്ടെന്ന് നന്ദുവും നയനെ വന്നിട്ട് അമ്മ എന്താ അത് എന്താന്ന് പറഞ്ഞ് വിളിച്ചു മാറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. എന്നാലും നവ്യയുടെ കണ്ണൊന്നും അറിഞ്ഞില്ല. നയനയ്ക്കായിരുന്നു വല്ലാത്തൊരു സങ്കടം മൊത്തം ഉണ്ടായിരുന്നേ. ജലജ പറഞ്ഞു, കണ്ടില്ലേ അഭിനയം കണ്ടില്ലേ തള്ളയുടെ മക്കളെ, ഇനിയിപ്പോ ആവാലോ, എന്തുവാവാലോ, ഇനിയിപ്പം അച്ഛന്റെ അസുഖത്തിന്റെ പേരില് ഇവിടെ ഇനിയിപ്പൊ കടിച്ചു തൂങ്ങിക്കോളെന്ന് പറയാണ്. ഈ സമയത്ത് മുറിയില് മുത്തശ്ശിന്റെ അടുത്ത് മുത്തശ്ശി ഇരിക്കുവാണ്. മുത്തശ്ശി പറഞ്ഞു, അതെ എന്നോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു, എന്തിനാ എന്നോടൊന്നും മറച്ചു വെച്ചേ. പെട്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു, അതെനിക്കറിയാം, ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ എത്രമാത്രം വിഷമമായെന്ന്. അപ്പൊ ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നെങ്കിലോ എന്തായിരിക്കും അവസ്ഥ. നമ്മളൊരു രോഗവിവരം ഉണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പിന്നെ അവർക്കൂടെ വിഷമാവും. വെറുതെ എന്തിനാ പിന്നെ നമ്മുടെ ഈ സങ്കടക്കടലിൽ ജീവിക്കേണ്ടി വരും. അതിനേക്കാളും ഭേദം ഇതൊന്നും അറിയാതെ എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നല്ലേ നല്ലത്. നീ വിഷമിക്കാതിരിക്കുക. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇനിയിപ്പം എനിക്ക് എന്തേലും അസുഖം വന്ന് ഞാനിവിടെ വീണ് പോയപ്പോഴും ആരൊക്കെ നോക്കിയില്ലെങ്കിലും എന്നെ നോക്കാനായിട്ട് ഒരാൾ ഇവിടെ കാണും. എൻ്റെ നയനമോള് അവളായിരുന്നു ഇവിടുന്ന് പടി ഇറങ്ങി പോകാൻ തുടങ്ങിയത്. അവൾ പടി ഇറങ്ങിപ്പോയാൽ എനിക്ക് സഹിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ പിടിച്ചു നിർത്തിയത്. ഇപ്പോഴത് മനസ്സിലായില്ലെങ്കിലും പിന്നീട് ഒരു കാലത്ത് എല്ലാവർക്കും അവളുടെ നന്മയെക്കുറിച്ച് മനസ്സിലാവെന്ന് പറയാം. ഇത് കേട്ടാ മുത്തശ്ശി പറഞ്ഞു, അതിപ്പം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, എനിക്കറിയാലോ നയനമോളുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ. ആ സമയത്ത് ആദർശിന്റെ അച്ഛനും ദേവേനയും കൂടെ അങ്ങോട്ട് കടന്നു വരുന്നേ. ആദർശ് വന്നിട്ട് പറഞ്ഞു, മുത്തശ്ശ ഇനിയിപ്പോൾ ഇനി സ്ട്രെയിൻ ചെയ്യണ്ട, എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നു. മുത്തശ്ശൻ അങ്ങനെ എല്ലാവരും മുന്നിൽ ഉരുകി നിൽക്കുന്ന സമയത്ത് ആ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലെന്ന് തോന്നി. എന്നോട് ക്ഷമിക്കും മുത്തശ്ശ എന്ന് പറയണ. സാരമില്ല മോനെ, നീ പറഞ്ഞില്ലെങ്കിലും ഏതെങ്കിലും സമയത്ത് എല്ലാവരും അറിയേണ്ട കാര്യങ്ങളല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നീ വിഷമിക്കണ്ടെന്ന് പറയണം. ദേവേനി പറഞ്ഞു, ഇനിയിപ്പോൾ അച്ഛന് ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, ഇവിടുന്ന് ആരും എങ്ങോട്ടും പോകാനൊന്നും പോകുന്നില്ല, ആരെയും പറഞ്ഞു വിടാനും പോകുന്നില്ല. അച്ഛനിപ്പം മനസ്സമാധാനം വേണ്ടേ, സന്തോഷം വേണ്ടേ, അച്ഛൻ സന്തോഷത്തോടെ ഇരിക്കാൻ പറയാണ്. ഇത് കേട്ടപ്പം മൂർത്തിമുത്തശ്ശൻ പറഞ്ഞു, സന്തോഷം അത് തന്നെ എനിക്കും വേണ്ടത്. പക്ഷെ സന്തോഷമായിട്ട് ഞാൻ ഇരിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇവിടെ സന്തോഷത്തോടെ ഇരിക്കണം. അപ്പം ആദർശം പറഞ്ഞു, ഇനിയിപ്പം മുത്തശ്ശൻ ഒരു 100 വർഷം കൂടെ ജീവിക്കും എന്ന് പറയാണ്. ഇത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു, അതെ ഒരാൾക്ക് 175 വയസ്സൊന്നും വരെ ഇരിക്കാൻ പറ്റുമല്ലോ, കൂടി പോയിട്ടുണ്ട് 120 വയസ്സ് വരെ, അത് തന്നെ ഭാഗ്യമാ. പക്ഷെ എത്ര നാൾ ഉള്ളതിലല്ല കാര്യം, ഇരിക്കുന്നിടത്തോളം കാലം സന്തോഷമായിട്ടിരിക്കണം, അതാണ്. അല്ലാതെ നമ്മൾ കുറെ കാലം ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, കണ്ണീരും കയ്യുമായിട്ട് എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആദർശിന്റെ അച്ഛൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഇനിയിപ്പം നമുക്ക് വേറെ നല്ലൊരു ഡോക്ടറെ കാണാം. ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഡോക്ടർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാലോ. മുത്തശ്ശൻ പറഞ്ഞു, ശരിയാണ്, ഇനിയിപ്പോൾ ഇതൊന്നും പോരാ, വേറെ നല്ലൊരു ഡോക്ടറെ കാണണമെന്ന് പറയാം. ആദർശ് പറഞ്ഞു, ഇനി മുത്തശ്ശൻ റെസ്റ്റ് എടുക്കുക, കുറെ സമയമായില്ലേ സ്ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. മുത്തശ്ശൻ പറഞ്ഞു, ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തുകൊണ്ടല്ലേ ഇപ്പൊ ഒരു ഗുണമുണ്ടായത്, വീണ്ടും നയനമോൾ ഇങ്ങോട്ട് തിരിച്ചു കയറിയത്, അല്ലായിരുന്നെങ്കിൽ ഈ വീട്ടിൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്. പിന്നീട് ദേവേനി അവരെല്ലാം കൂടെ അങ്ങോട്ട് തിരിച്ചു പോവാണ്. മുത്തശ്ശി വീണ്ടും കരഞ്ഞോണ്ടിരിക്കും. മുത്തശ്ശൻ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, കരയല്ലേ, എന്തിനാ ഇങ്ങനെ കരയണേ, ഒന്ന് ഓർത്ത് വയ്ക്കേ, താൻ എപ്പോഴും പറയില്ലേ എന്നെ കുറിച്ച്, ഞാൻ എന്തെങ്കിലും മരിച്ചുപോയാൽ തനിക്ക് ഭയങ്കര പേടിയാന്ന് പറയൂലോ, എന്തിനാ പേടിക്കുന്നേ, ഭാര്യ ഇരിക്കുന്ന സമയത്ത് ഭർത്താവ് മരിച്ചു പോകുന്ന എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കേ, ഭർത്താവിന് കഷ്ടതകളായിരിക്കും, പക്ഷേങ്കിൽ ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ ജീവിച്ചിരുന്നാൽ കുഴപ്പമില്ല. ഇവിടെ അങ്ങനെയാ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ മരിച്ചു പോയിട്ട് താൻ ജീവിച്ചിരുന്നാലും കുഴപ്പമില്ല, തനിക്കൊരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല. ചിലരുണ്ട്, അത് ഭാര്യയെ സ്നേഹിക്കാത്ത ആൾക്കാർക്ക് പറ്റുന്നതായിരിക്കും, ദൈവം ചിലപ്പോൾ ശിക്ഷ കൊടുക്കുന്നതായിരിക്കും, ഭാര്യ മരിച്ചിട്ട് ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഞാൻ തന്നെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ദൈവം എന്നെ നേരത്തെ അങ്ങോട്ട് വിളിക്കൂന്ന് പറയാണ്. മുത്തശ്ശി ഇതെല്ലാം കേട്ടാൻ പറഞ്ഞു, ഇങ്ങനൊന്നും പറയല്ല, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല,
എന്ന് പറഞ്ഞ് മുത്തശ്ശന് തോളിലേക്ക് ചാരി കിടക്കുവാണ്. ഈ സമയത്താണെങ്കിൽ താഴെ ഗോവെന്ന് പറഞ്ഞു, വാ മോളെ, ഞങ്ങള് പോവുക എന്ന് പറഞ്ഞ് നന്ദുവിനെ അങ്ങോട്ട് വിളിക്കുവാണ്. അപ്പം നയന പറഞ്ഞു, അച്ഛാ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കെട്ടിപ്പിടിക്കുവാണ് ഗോവിന്ദനെ. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, മോള് ടെൻഷൻ അടിക്കണ്ട. എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? മോൾക്കറിയാലോ, മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു. അത് കുഴപ്പമില്ല. ഇവിടെ ആരൊക്കെ മോളെ സ്നേഹിച്ചില്ലെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടല്ലോ സ്നേഹിക്കാനായിട്ട്. ആ സ്നേഹം മാത്രം പോരെ. ഇപ്പം നമ്മൾ നോക്കേണ്ടത് മുത്തശ്ശന്റെ ആരോഗ്യമാണ്. അതാണ് വലുതെന്ന് പറയാം. നയന പറഞ്ഞു, എനിക്കറിയാം, ഞാൻ മുത്തശ്ശനെ പൊന്നുപോലെ നോക്കിക്കോളാം. മുത്തശ്ശന്റെ അസുഖം കാണാം, അല്ലെ ഇപ്പം ഞാൻ നിങ്ങളോട് വന്നേനെന്ന് പറയാം. ഇത് കേട്ടപ്പം കണ്ണ പറഞ്ഞു, വേണ്ട മോളെ, ആഗ്രഹമുണ്ട് നിനക്കൊരു വിഷമം വരുമ്പോൾ ഇനി ഓടി അങ്ങോട്ട് വരാൻ പറയണമെന്നൊക്കെ. പക്ഷെ ഇനിയത്തെ സാഹചര്യത്തിൽ അത് വേണ്ട, അറിയാലോ എന്ന് പറഞ്ഞിട്ട് കനകയും ഗോവിന്ദനും കൂടെ നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ്. പിന്നീട് വന്നിട്ട് പറഞ്ഞു, അതെ മോള് സമാധാനമായിട്ട് ഇരിക്കൂ കേട്ടോ. എനിക്കറിയാം ഇനിയിപ്പം മോള് ഒരു കാരണവശാലും മോളുടെ ചേച്ചി ഉണ്ടല്ലോ, അവള് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്, ഒന്നും അനുസരിക്കുകയും ചെയ്യരുത്. അവളുടെ സ്വഭാവം അറിയാലോ, അവളുടെ കൂടത്ത് നിന്നിട്ട് ചതിക്കും. അതുകൊണ്ട് അവള് മൈൻഡ് പോലും ചെയ്യണ്ട. മോള് മോളുടെ ജീവിതം സന്തോഷകരമായിട്ട് ജീവിക്കാൻ നോക്ക്. ഞങ്ങൾക്കറിയാം മോൾ എത്രമാത്രം അവിടെ വേദനിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ആ വേദനയൊക്കെ ഉള്ളിലൊതുക്കിയ മോള് ജീവിക്കുന്നതെന്ന് പറയാം. എന്നാലും സങ്കടപ്പെടലെന്ന് പറയരുത്. പറയുന്നില്ല, സങ്കടം ഉണ്ടാവുമെന്നറിയാം. മോള് മാക്സിമം ഇവിടെ പിടിച്ചു നിൽക്കണമെന്ന് പറഞ്ഞിട്ട് കനകയും ഗോവിന്ദനും പോകാനായിട്ട് ഇറങ്ങുകയാണ്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.